എന്താ പാട് നോക്കിയാലോ? 2.5 ഇട്ടാലോ? പൈസ ഇല്ലടാ, പൈസ 5 കാര്യല്ലേ കട്ടൊക്കെ ഇടുക. കട്ടടാണെങ്കിൽ എന്നാ ഓക്കെ. അങ്ങനെ അങ്ങനെ ഇവിടെ ഞങ്ങൾ അങ്ങാടിയിലുണ്ട്, ഇങ്ങോട്ട് വാ, അതിനൊക്കെയുള്ള വഴി ഉണ്ട് നമുക്ക്. അങ്ങോട്ട് വാ. ഓക്കെ ഓക്കെ ഓക്കെ. സുഖാണ്. ഇതിന്റെ ഫ്രണ്ട് ബാവ. 25-ാം തീയതിയാണ് കല്യാണം. കിട്ടുമോ? അത് നമുക്ക് സെറ്റാക്കാം. ഞാന് ടച്ചപ്പിനുള്ള റെഡി ആക്കിട്ട് വരാം. ഹലോ രതീഷേ, നിന്റെ കയ്യിൽ പൈസ വല്ലതും ഉണ്ടോ? ഇല്ലടാ. ഉപ്പാന്റെ ഓപ്പറേഷനാണ് ഇന്ന്. പൈസ ഒന്നും റെഡി ആയിട്ടില്ല. നീ ബോസിനോടൊന്ന് ചോദിച്ചു നോക്കോ? പൈസ ഒന്നും ശരിയായില്ലല്ലേ? ഒന്നും ശരിയായിട്ടില്ല. ആ ഉമ്മ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഡോക്ടർ വരുന്നതിന് മുമ്പ് അവിടെ എത്തിക്കോളാം. ശരി മോനെ. ഞാൻ കുളിച്ചിട്ട് വരാം. ഞാനിന്നാ ഭക്ഷണം എടുത്ത് വെക്കാം. അച്ഛമ്മയുടെ കുട്ടിയല്ലോ. ഹലോ. റഷ്യൻ്റെ വീടിന്റെ ഡിസൈൻ എന്തായിക്കണേ? ഇന്നത്തോടെ ആ വർക്ക് തീരും. പിന്നെ റിയാസ് ഇത്തിരി പൈസ ചോദിച്ചിരുന്നു, അവന്റെ ഉപ്പാന്റെ ഓപ്പറേഷന് വേണ്ടിയാ. ഞാൻ വൈകുന്നേരം നോക്കിയിട്ടേ ഞാൻ പറയാം. ഓക്കെ. മോളെ അഞ്ജു, ഈ ബാഗ് എടുത്തോണ്ട് പോവും. ഇപ്പ വരാ അമ്മേ. അമ്മേനെ ഏത് വൃദ്ധസദനത്തേക്ക് കൊണ്ടുപോകണം? കല്ലോട്ടുമാല വൃദ്ധസദനം. ഭക്ഷണം കഴിച്ചോ? അമ്മ ചായ മതി. അച്ഛമ്മ എങ്ങോട്ടാ പോകുന്നത്? അമ്മൂമ്മ
ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോവാട്ടാ. അച്ഛമ്മ ഞങ്ങളെ കൂടെ ഗൾഫിലേക്ക് വരുന്നില്ല. അച്ഛമ്മ പാസ്പോർട്ട് റെഡി ആയാ വരൂലോ. ശരി മോനെ, നമുക്ക് പോവാം. ശരി, പോവാം. ഫുഡ് എടുക്കല്ലേ? വേണ്ട, ചായ മാത്രം മതി. ഹലോ, എടാ റിയാസേ, ബോസിനോട് സംസാരിച്ചിട്ടുണ്ട്. വൈകിട്ട് വിവരം തരാന്നാ പറഞ്ഞത്. എന്നാ ഞാൻ വൈകുന്നേരം വിളിക്കടാ. ഓക്കെ. മോളെ, എന്തുമ്മ? ഉമ്മ ഇതെന്തിനാ ഊരുന്നേ? എനിക്കിത് മാത്രമേ ഉള്ളൂ. ഇക്ക ഇത് കൊണ്ടുപോയിക്കോ. ഇത് വിറ്റിട്ട് ഉപ്പാൻ്റെ ഓപ്പറേഷൻ നടക്കട്ടെ. നമുക്ക് വലുത് നമ്മുടെ ഉപ്പയും ഉമ്മയും അല്ലേ. ഈ സ്വർണ്ണൊക്കെ നമുക്ക് പിന്നെയും ഉണ്ടാക്കാം. റിയാസേ, എന്താ പാട്? ഉപ്പാന്റെ ഓപ്പറേഷൻ എല്ലാം എന്നാണ് ഞാൻ ഉപ്പാൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്തെങ്കിലും ആക്കി തരും.
അയ്യോ മോനെ. എന്നടിച്ചോ. 25-ാം തീയതി അവന്റെ കല്യാണമാണ്. കല്യാണത്തിന് അടിച്ചു പൊളിക്കാം. അത് കഴിഞ്ഞിട്ടാ അടിച്ചോളൂ. ആ ബാവാ ആരൊക്കെ ഉണ്ടോ എന്റെ പെരയില്? വീട്ടില് ഉപ്പമ്മ പെങ്ങള് കഞ്ഞിനൊക്കെ. ബാവാ, എനിക്കുണ്ടായിരുന്ന ഒരു കുടുംബം. ഉമ്മയും ഇപ്പയും എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ ഭാര്യക്കും വേണ്ടി എൻ്റെ കുടുംബത്തെ മൊത്തം ഞാൻ വെറുപ്പിച്ച്. ഇന്നിപ്പോൾ എൻ്റെ സ്വന്തം ഭാര്യക്ക് പോലും എന്നെ വേണ്ട. എൻ്റെ ഭാര്യക്കും വേണ്ടിയിട്ട് എൻ്റെ കുടുംബത്തിന് ഒരിക്കലും ഒഴിവാക്കരുത്. ഇന്നെൻ്റെ ജീവിതം തന്നെ എങ്ങനെ ആക്കിയത് അവളാണ്. എന്നെങ്കിലും അവൾ എൻ്റെ കയ്യിൽ കിട്ടും, അന്ന് ഞാൻ അവളെ കൊല്ലും. ഈ പോവാ അവളെ കാര്യം കേൾക്കുമ്പോ തന്നെ തലക്ക് ഭ്രാന്തം. അവനക്കും ഉണ്ടായിരുന്നടാ നമ്മളെ പോലത്തെ ഒരു നല്ല ജീവിതം. ഇപ്പൊ അവളെ കാര്യം കേൾക്കുമ്പോ അതിപ്പോ അങ്ങനെയാണ്. എന്താടാ, എന്ത് പറ്റി ഹംസേ? അരവിന്ദ, എനക്കറിയോ എൻ്റെ ജീവിതം ഇല്ലാതാക്കിയത് അവളാ. അവളെ ഞാൻ കൊല്ലും. റിയാസേ, ഉപ്പാൻ്റെ ഓപ്പറേഷൻ എന്തായി? രതീഷ് വിളിച്ചിരുന്നു. പൈസൻ്റെ കാര്യം നാളെ ശരിയാക്കാം. അരവിന്ദേട്ടാ, ഉപ്പാൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഉപ്പാക്ക് കുഴപ്പമൊന്നുമില്ല. പൈസ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം. ശിവ, എവിടെ പോന്ന്? ഞാൻ വീട്ടിൽ പോന്നു. നീ അറിഞ്ഞില്ലേ കാർത്തേനും മക്കളും നാളെ ഗൾഫ് പോകണല്ലോ? ഇല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. അവിടെ ഒന്ന് പോവണം. ആ ശിവേട്ടാ, കേറിരിക്കേ. എന്നാണ് നീ ഗൾഫിൽ പോണേ? 10-ാം തീയതിയാണ് ശിവേട്ടാ. ആ, അമ്മയുടെ? അമ്മ അകത്തുണ്ട്. ആ, അമ്മേനൊന്ന് വിളിച്ചേ. എന്താണ്, എന്തു പറ്റി? ശിവേട്ടാ, നമ്മുടെ പാസ്പോർട്ടൊന്നും ശരിയായിട്ടില്ല. ഞങ്ങളും ഗൾഫിൽ പോവുകയാണ്. അമ്മയെ നോക്കാനിവിടെ ആരുമില്ല. അതുകൊണ്ട് അമ്മനെ വെറുതെ സ്ഥലത്ത് കൊണ്ടാക്കി. മോളെ, ഒരു ഗ്ലാസ് വെള്ളം. അരവിന്ദ,
അപ്പുവേട്ടനെയും ജാനകിയമ്മയും നിനക്കറിയോ? അറിയില്ല. അവർ ഈ നാട്ടിലെ അത്യാവശ്യം സ്വത്തുള്ളവരായിരുന്നു. അവർക്കാകെ ഒരു മകനെ ഉണ്ടായിരുന്നു, വിശ്വംഭരൻ. അവന് വിവാഹപ്രായം എത്തിയപ്പോൾ അച്ഛനും അമ്മയും അവന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. പിന്നീട് അവർ സന്തോഷത്തോടെ ജീവിക്കുന്നതിനിടയിൽ ഈ അമ്മയും അച്ഛനും പിന്നീട് അവർക്കൊരു ബാധ്യതയായി തോന്നി. പിന്നീട് അവരുടെ തീരുമാനമാണ് അവരെ അനാഥ മന്ദിരത്തിൽ കൊണ്ടാക്കിയത്. അങ്ങനെ കാലം കടന്നുപോയി. വിശ്വംഭരനും കാർത്താനിക്കും ഒരു കുഞ്ഞിക്കാൽ കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല. അങ്ങനെ ഇരിക്കെ ഒരു ആൺകുട്ടിയെ ദത്തെടുത്ത് വളർത്തി. ആ മകന് പക്വത എത്തുന്ന സമയത്ത് വിശ്വംഭരന് ക്യാൻസർ വന്നു. അപ്പുവേട്ടനും ജാനകി അമ്മയോടും ചെയ്ത തെറ്റിന് മാപ്പ് പറയാനുള്ള അവസരം പോലും വിശ്വംഭരന് ദൈവം നൽകിയില്ല. മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. മാസങ്ങൾക്ക് ശേഷം അപ്പുവേട്ടനും ജാനകി അമ്മയും മരണപ്പെട്ടു. അസുഖത്തിന് മാറ്റം വരുത്താനോ ജീവൻ തിരിച്ചു പിടിക്കാനോ സാധിച്ചില്ല. അന്ന് അയാൾ ചെയ്ത തെറ്റിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ദൈവം കൊടുത്തു തന്നെയാണ് മരണത്തിന് കീഴടങ്ങിയത്. അന്ന് അവർ ദത്തെടുത്ത മകനാരാണെന്ന് നിനക്കറിയോ? ആ മകനാണ് നീ. അന്ന് നിന്റെ അമ്മ എന്താണ് ചെയ്തത് അതുതന്നെയാണ് ഇന്ന് നീ അവരോട് ചെയ്യുന്നത്. അന്ന് അവരുടെ മനസ്സ് എത്ര വേദനിച്ചുവോ എന്നത് ഇന്നും നിന്റെ അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. സാഹചര്യങ്ങളാണ് മനുഷ്യനെ എല്ലാം ചെയ്യിപ്പിക്കുന്നത്. സാഹചര്യം നിനക്ക് നല്ലതല്ലെങ്കിൽ അതിനെ മാറ്റേണ്ടതും നീ തന്നെ. നിന്റെ മക്കളെ നീ എത്ര കണ്ടു നോക്കിയാലും അവർ നിന്നെ കൊണ്ടുപോകുന്നതും ഇതേ അനാഥ മന്ദിരത്തിലേക്കാണ്. ഇന്നും നിനക്ക് പറഞ്ഞു തരാൻ ഞാനുണ്ട്. നാളെ നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടാകുമോ ആവോ? ഇനി നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണോ അതാണ് ഈ മക്കളും തീരുമാനിക്കേണ്ടതും തിരുത്തേണ്ടതും നിങ്ങളാണ്. അരവിന്ദ, ഈ പൂക്കൾക്കൊടി ബന്ധം എന്താണെന്ന് നിനക്കറിയോ? ഇതുപോലുള്ള ഓരോ കുട്ടികളും ജനിക്കുമ്പോഴും കരഞ്ഞുകൊണ്ടാണ് ഭൂമിയിലേക്ക് വീഴുന്നത്. ആ സമയം അമ്മമാർ ചിരിക്കുക മാത്രമാണ് പണി. പിന്നീട് ആ മക്കൾ കരയുമ്പോൾ ലോകത്തൊരമ്മയും ചിരിക്കാറില്ല, കൂടെ കരയുക മാത്രമാണ് ചെയ്യുന്നത്. അച്ഛ എന്തിനാ അച്ഛമ്മയെ കൊണ്ടാക്കി? അച്ഛമ്മ പാവല്ലേ? അമ്മേനെ ഏത് വൃദ്ധസദനത്തിലേക്ക് കൊണ്ടു? കല്ലോട്ടുമാല വൃദ്ധസദനം.